ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിൻ്റെ ദുറൂസുൽ ഇസ്ലാം പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് മോഡൽ ക്വസ്റ്റ്യൻസ് ദുറൂസുൽ ഇസ്ലാം 1 മുതൽ 20ാമത്തെ പാഠം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം വരുന്നത് ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ട് 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയും 11 മുതൽ 20 വരെയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പാഠഭാഗങ്ങൾ റിവിഷനായിട്ട് പഠിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ് ഇത് കാണേണ്ടത്. അതിൻ്റെ കൂടെ എല്ലാ പാഠങ്ങളും പഠിക്കുക, മനസ്സിലാക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകൻ ആരാണ്? ഉലുൽ അസ്മിൽ പെട്ട പ്രവാചകൻ ആരാണെന്ന് അവിടെ ചോദ്യം വന്നത്. ഉലുൽ അസ്മുകൾ 5 പേരാണ്. അവരാരൊക്കെയായിരുന്നു? മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്. അങ്ങനെ 5 പേരാണ് ഉലുൽ അസ്മുകൾ. അപ്പോൾ ഇവിടെ ഇബ്രാഹിം എന്നത് നമുക്ക് ശരിയടയാളപ്പെടുത്താം. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജ് രാത്രി സഞ്ചരിച്ച വാഹനം എന്തായിരുന്നു? ബുറാഖ് എന്ന ഒട്ടകപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജ് രാത്രിയിൽ സഞ്ചരിച്ചത്. അതിവേഗം സഞ്ചരിക്കുന്ന ബുറാഖ് എന്ന മൃഗവുമായി ജിബ്രീൽ അലൈഹിസ്സലാം മൃഗവുമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്മേൽ കയറി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. മനസ്സിലാക്കുക, ഇസ്രാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബുറാഖ് എന്ന ഒട്ടകപ്പുറത്താണ്. അടുത്ത 3ാമത്തെ ചോദ്യം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയത് എത്ര വർഷം എന്നാണ്? എത്ര വർഷമാണ്? 3 വർഷം. 3 വർഷമാണ് രഹസ്യ പ്രബോധനം നടത്തിയത്. അബൂജഹലിന്റെ ക്രൂരമർദ്ദനം ഏറ്റ് രക്തസാക്ഷിയായി. ആരാണ് രക്തസാക്ഷിയായത്? സുമയ്യ റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹയാണ് ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിയായത്. സിന്നീറ റളിയല്ലാഹു അൻഹക്കേറ്റ പീഡനത്താൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ ഇതുപോലെ വരാം. അതിൽ മറ്റു സഹാബികൾ ഇത് പറയുന്നുണ്ട്. ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യ നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കിലിട്ട് പീഡിപ്പിച്ചു. ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടും പട്ടിണിക്കിട്ടു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇതുപോലെ ചോദ്യം വരാം. അടുത്തത്, ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലാക്കുക. സ്വർഗത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കണം. അടുത്ത, ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി തീരാൻ കാരണം എന്തായിരുന്നു? കാരണം അഹങ്കാരമാണ്. ഇബ്ലീസ് അഹങ്കാരം കാരണമാണ് ശപിക്കപ്പെടാൻ കാരണം. അപ്പോൾ അത് ശരിയടയാളപ്പെടുത്താം. ഓക്കെ. അടുത്തത്, ചേരുംപടി ചേർക്കാനാണ്, മാച്ച് ചെയ്യാൻ. അല്ലാഹു തആലയുടെ സൈന്യമാണ് മലക്കുകൾ. ഡി. അപ്പോൾ നമുക്കവിടെ ഡി കൊടുക്കാം. അല്ലാഹു തആലയുടെ സൈന്യമാണ് മലക്കുകൾ. അടുത്തത്, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവർ. അവരാണ് അമ്പിയാക്കൾ. അപ്പം അതിൻ്റെ ഈ നമുക്കവിടെ കൊടുക്കാം. മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. മനസ്സിലാക്കാം. അടുത്തത്, സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുലഫാഉർ റാഷിദുകൾ. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ എ കൊടുക്കാം. ഖുലഫാഉർ റാഷിദുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആര്? സയ്യിദുകൾ. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ കൊടുക്കാം. അടുത്തതാ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സഹാബികൾക്കാണ്. അപ്പോൾ അതിൻ്റെ സി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബോക്സിലുള്ളതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് 13ാമത്തെ പാഠത്തിൽ സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുലഫാഉർ റാഷിദുകൾ. പിന്നെ അശ്റത്തുൽ മുബശ്ശിറിൽ ബാക്കിയുള്ളവര്, ബദറിൽ പങ്കെടുത്തവര്, ഉഹുദിൽ പങ്കെടുത്തവർ, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർ എന്നിങ്ങനെയാണ് അവരുടെ ശ്രേഷ്ഠതാക്രമം. അത് അപ്പോൾ അവരാണ് സഹാബികൾ. അപ്പോൾ അതാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആർക്കാന്ന് വെച്ചാൽ സഹാബികൾ. മനസ്സിലാക്കാം.
അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. നരകത്തെ സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേയില്ല. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം നരകത്തെ സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മീകായിൽ അലൈഹിസ്സലാം ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടേയില്ല. മനസ്സിലാക്കാം. അടുത്തത്, ഖുർആൻ മുസഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയ മഹാനാര്? മുസഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആൻ മുസഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ മുസഹഫ് രൂപത്തിലാക്കാൻ നേതൃത്വം നൽകിയത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അയ്യാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കാതെ ആ പാഠത്ത് പറയുന്നുണ്ട്. അടുത്തത്, ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ ഡാഷ് പേർ പങ്കെടുത്തു. എത്ര പേരാ പങ്കെടുത്തത്? ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ 12 പേരാണ് പങ്കെടുത്തത്. 12. ഒന്നാം അഖ്ബ ഉടമ്പടിയിൽ 12 പേരാണ് പങ്കെടുത്തത്. രണ്ടാം അഖ്ബ ഉടമ്പടിയിൽ എത്ര പേരാണ്? 73 പുരുഷന്മാരും 2 സ്ത്രീകളും. രണ്ടാം അഖ്ബ ഉടമ്പടിയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. മനസ്സിലാക്കാം. അടുത്തത്, കഅബയിൽ തൂക്കിയ പത്രികയിൽ ഡാഷ് ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിച്ചു. അള്ളാഹുവിൻ്റെ നാമം ഒഴികെയുള്ളതെല്ലാം, അള്ളാഹുവിൻ്റെ നാമം ഒഴികെയുള്ളതെല്ലാം ചിതൽ തിന്ന് നശിച്ചു. അടുത്തത്, ഫല്ലാഹു മൗജൂദും കദീമും ബാക്കി മുഖാലിഫുല്ലിൽ ഹൽക്കി ബിൽ ഇത്തിലാക്കി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അള്ളാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ. അപ്പം അത് ഇങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പം അത് നന്നായി പഠിക്കുക. അതുപോലെ പിന്നെയും ബൈത്തുകൾ വന്നതുണ്ട്. എന്താണ്? പ്രധാനികളായ 10 മലക്കുകളും അവരുടെ ജോലികളും, അതും ബൈത്ത് രൂപേണ ഇങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. പിന്നെ അതുപോലെ പ്രധാനികളായ 25 ആനിൽ പറഞ്ഞ 25 മുർസലുകളുടെ പേര്, അതും ബൈത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹും ആദമുൻ ഇദ്രീസ് നൂഹും ഹൂദ് സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ. അപ്പോൾ അതൊക്കെ പഠിക്കുക. അടുത്ത എന്താണ്? സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഇനി അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട് നീനവ. നീനവ നാട്ടുകാരനാണ്. അവിടെ അദ്ദാസ് നീനവ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടുകാരനാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാം. അവിടെ പറയുന്നുണ്ട്, ഞാൻ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരനാണ്. അപ്പം നീനവ. അപ്പോൾ അവിടെ നമുക്ക് നീനവ നാട്ടുകാരൻ എന്ന് എഴുതാം. അടുത്തത്, ഇസ്രാവും മേറാജും ഉണ്ടായത് നുബുവത്തിൻ്റെ എത്രാം വർഷത്തിലാണ്? ഇസ്രാവും മേറാജും ഉണ്ടായത് എത്രാം വർഷത്തിലാണ്? ഇസ്രാവും മേറാജും ഉണ്ടായത് നുബുവത്തിൻ്റെ 11ാം വർഷം. 11ാം വർഷം റജബ് 27 രാവിലാണ് ഇസ്രാവും മേറാജും ഉണ്ടായത്. മനസ്സിലാക്കാം. അടുത്തത്, ആമിന ബീവിയുടെ പിതാവാര്? ആമിന ബീവിയുടെ പിതാവ് വഹബ്. വഹബിൻ്റെ മകളാണ് ആമിന ബീവി. അടുത്തത്, അല്ലാഹു തആലാക്ക് എത്ര സിഫത്തുകളുണ്ട്? അല്ലാഹു തആലാക്ക് 41 സിഫത്തുകളുണ്ട്. അല്ലാഹു തആലാക്ക് 41 സിഫത്തുകളുണ്ട്. വാജിബായത് 20, മുസ്തഹീലായത് 20, ജായിസായത് 1. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? ആരുടെ രീതിയാണ്? ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൽ പിശാചിൻ്റെ രീതിയാണ്. പിശാചിൻ്റെ രീതി. ഇതെന്താണ്? മദീനയിലേക്ക് ഒരു ഡോക്ടറെ അയച്ച മിസ്രിലെ രാജാവ് ആര്? ആരായിരുന്നു? മുക്കൗക്കിസ് രാജാവ്. മുക്കൗക്കിസ് രാജാവ് മദീനയിലേക്ക് ഡോക്ടറെ അയച്ചു. മിസ്രിലെ രാജാവാണ് മുക്കൗക്കിസ്. മനസ്സിലാക്കിയത്. അടുത്ത ചോദ്യം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. കാരണം എന്ത്? കാരണം എന്താണ്? അത് പിശാചിൻ്റെ സങ്കേതമാണ്.
പിശാചിൻ്റെ സങ്കേതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു താലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണെന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് മസ്ജിദാണ്. മസ്ജിദ്. അടുത്ത് മനുഷ്യരെ സംരക്ഷിക്കാൻ വരുന്ന മലക്കുകളുടെ 2 സംഘവും സംഗമിക്കും. എവിടെയാണ് സംഗമിക്കുക മലക്കുകൾ? 2 സംഘവും സുബ്ഹി നിസ്കാരത്തിൻ്റെയും അസർ നിസ്കാരത്തിൻ്റെയും ജമാഅത്തിൽ സംഗമിക്കും. 2 സംഘവും സംഗമിക്കുന്നത് സുബ്ഹി നിസ്കാരത്തിൻ്റെയും അസർ നിസ്കാരത്തിൻ്റെയും ജമാഅത്തിലാണ് സംഗമിക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുക. 5ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അതൊക്കെ. അടുത്ത എന്താണ്? ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. സാരം എഴുതുക. എന്താണ്? അല്ലാഹു തആല വൃത്തിയുള്ളവനാണ്, വൃത്തിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ പാഠത്തിന്റെ അടിയിൽ വന്ന ബോക്സാണ്. അല്ലാഹു തആല ഭംഗി ഇഷ്ടപ്പെടുന്നു. ഒക്കെ നമ്മൾ അതിന്റെ കറബി പഠിച്ചിരുന്നു. എന്താണ് അല്ലാഹു തആല ഭംഗി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെത്? ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. മനസ്സിലാക്കുക. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ഹുറൈമുൽ അസദിയ എന്ത് ചെയ്തു? എന്താ ചെയ്തത് ഹുറൈമുൽ അസദിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട ഹുറൈമുൽ അസദിയ തൻ്റെ മുടി മുറിക്കുകയും വസ്ത്രം കണങ്കാലിൻ്റെ മധ്യത്തിലേക്ക് ഉയർത്തി ഉടുക്കുകയും ചെയ്തു. ഹുറൈമുൽ അസദിയ ചെയ്തത്. മനസ്സിലാക്കുക. നിങ്ങളെ 2ാമത്തെ പാഠത്തിൽ നിഅമർ റജുൽ എന്ന പാഠത്ത് പറയുന്നുണ്ട്. അടുത്തത് സഫാ കുന്നിന് മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ഓടി വരൂ, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തതെന്താണ്? അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളിൽ 2 എഴുതുക. അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ: പാവപ്പെട്ടവരുടെ കൂടെ കഴിക്കാനുള്ള വൈമനസ്സും, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ നിഷേധിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ. ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പം അതിൽ നിന്ന് 2 എഴുതുക. നിങ്ങൾ 14ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ആ പാഠത്ത് പറയുന്നുണ്ട് ഇബ്ലീസ് അഹങ്കാരം കാരണമാണ് ശപിക്കപ്പെട്ടവനായി തീർന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു ആര്? ചോദ്യം വരാറുണ്ട്. കാറൂൻ. മനസ്സിലാക്കുക. അടുത്തത് വഴിയിലിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഏതെല്ലാം? വഴിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണ് വഴിയരികിലിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. അടുത്തത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട സഹാബികൾ വിതുമ്പിക്കരഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ധാരാളമായി കരയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ട് സഹാബികൾ കൂട്ടത്തോടെ വിതുമ്പിക്കരയാൻ തുടങ്ങി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം. മനസ്സിലാക്കുക. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. സഹാബികളുടെ മഹത്വത്തെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. നിങ്ങളുടെ 13ാമത്തെ പാഠത്തിൽ സഹാബികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വസ്തരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് സഹാബികളാണ്. സഹാബികളുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. മുഹാജിറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖർ. സഹാബികളിൽ പ്രമുഖരാണ് ആര്? മുഹാജിറുകളും അൻസാറുകളും. മനസ്സിലാക്കുക. എൻ്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. അള്ളാഹുവാണ് സത്യം. ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ സ്വതക്ക ചെയ്താൽ പോലും അവർ ഒരു മുദ്ദ് സ്വതക്ക ചെയ്തതിൻ്റെ സ്ഥാനത്താവുകയില്ല. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക ആ പാഠത്തിൽ നിന്ന്.
അടുത്തത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളെ കുറിച്ചിട്ട്. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് വയറാണ്. മനസ്സിലാക്കുക. പിന്നെന്താണ്? ഭക്ഷണ വസ്തുക്കളെ ആദരിക്കണം, അവ പാഴാക്കരുത്, ഭക്ഷണത്തിലേക്ക് ഊതരുത്, ചൂടാറുന്നത് വരെ കാത്തിരിക്കണം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം, തുടക്കത്തിൽ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലുഹു ആഹിറുഹു എന്ന് പറയണം, കഴിച്ച ശേഷം അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത എന്ന് ചൊല്ലണം. ഇവയെല്ലാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സുന്നത്തുകളാണ്. ശരീരത്തിനും ബുദ്ധിക്കും ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കരുത്. രാസവസ്തുക്കളുടെയും കൃത്രിമ നിറങ്ങളും ചേർന്ന ഭക്ഷണം ഒഴിവാക്കണം. മാംസാഹാരങ്ങളും മറ്റും ഹലാലാണെന്നും ഹാനികരമല്ലെന്നും ഉറപ്പുവരുത്തണം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതൊക്കെ എഴുതി നമുക്ക് 5 വരി കുറയാതെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കും, കീറിയ വസ്ത്രങ്ങൾ തുന്നി അണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു, ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു, വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു, സഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു, മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദ് നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നു മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചത്. അങ്ങനെയൊക്കെ എഴുതിയിട്ട് നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വരും. എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല തെരഞ്ഞെടുത്തു. അവരുടെ സന്താനങ്ങളിൽ നിന്ന് ബനു കിനാനെ തെരഞ്ഞെടുത്തു. ബനു കിനാനയിൽ നിന്ന് ഖുറൈഷിനെ തെരഞ്ഞെടുത്തു. ഖുറൈഷിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ബനു ഹാഷിമിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു. ബനു ഹാഷിമിലെ പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള എന്നിവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ട വഹബിൻ്റെ മകളാണ് ആമിന ബീവി. സയ്യിദുമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരോട് മോശമായി പെരുമാറരുത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ പറ്റി നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ ഓരോ പാഠത്തെയും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത ദുറൂസുൽ ഇസ്ലാം ചോദ്യപേപ്പറൊക്കെ നോക്കിയിട്ട് ഓരോ പാഠത്തിൻ്റെയും ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഉപകാരപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.